ചേട്ടാ പറഞ്ഞോടെ എനിക്കറിയുന്നില്ല. ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും വന്നിട്ട് കൊറോള, പഴയ മോഡൽ കൊറോള ഗിയർ ബോക്സ് അയച്ചിട്ടുണ്ട്. നമ്മളെ ചങ്കിനോട് ചോദിക്കുക, ഇതെങ്ങനെ ഇത് കംപ്ലൈൻ്റ് ആകുന്നത് നമ്മൾ അറിയണമല്ലോ. ഗിയർ ബോക്സ് എന്തുകൊണ്ട് കംപ്ലൈൻ്റ് ആകുന്നത്? ഇതെന്തുകൊണ്ടാ അനീസെ കംപ്ലൈൻ്റ് ആകുന്നത്? എങ്ങനെ സർവീസിന്റെ പ്രശ്നം വരും. ആ പിന്നെ ഇത് പഴയ വണ്ടിയല്ലേ, അതിന്റെ ഓറിങ്ങളൊക്കെ ഹാർഡായിട്ട്, ഓക്കെ, അങ്ങനെ ഹാർഡായിട്ട് ഓടിയിട്ട് ക്ലച്ചൊക്കെ കരിഞ്ഞു പോകും. ആ അപ്പോൾ ക്ലച്ച് സാധനമൊക്കെ മാറ്റി അപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ക്ലച്ചിനാണ് കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത് അല്ലേ? ചൂടായിട്ട് എവിടെ ഇത് കരിയുന്നത്? ഇതിൻ്റെ ഉള്ളിൽ ക്ലച്ചിൻ്റെ ക്ലച്ചാണ്. ആ, അപ്പോൾ പുതിയ ഒരു ക്ലച്ച് കാണിച്ചു തരുമോ? ഇതിൻ്റെ ക്ലച്ച് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇതിൻ്റെ ക്ലച്ച് വരുന്നത്. ആ ശരി. ഇത് എത്ര ദിവസം എടുക്കും ഇത് പണി ചെയ്യാൻ? ആ, ഇതാണ് നമ്മളെ പഴയ മോഡൽ ക്ലച്ച്. ഇത് എത്ര മോഡലാണ് ശരിക്കും? ഗിയർ 94. ആ, അപ്പോൾ ശരിക്കും നമ്മൾ ഡ്രൈവർമാരോട് എന്തെങ്കിലും ഒന്ന് പറയാം, നിങ്ങൾ ഇതെങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന്. ഓയിൽ സർവീസ് കറക്റ്റായിട്ട്. എങ്ങനെ? ഓയിൽ സർവീസ്, ഗിയർ ഓയിൽ. ആ, പിന്നെ വേറെന്നാ? സർവീസ് ആണെങ്കിൽ കുറേ കാലം ഓടും. ഏകദേശം എത്ര കിലോമീറ്റർ ഓടും? 8 ലക്ഷം ഓടിയ വണ്ടികളൊക്കെ ഉണ്ട്. 8 ലക്ഷം? ഓ, താങ്ക് യു വെരി മച്ച്. അല്ല, ഇതെന്താ ക്ലീൻ ആക്കുന്നത്? ഏത് നമ്മളിപ്പോൾ കാണിച്ച ഗിയറിൻ്റെ ആ വണ്ടിയുടെ തന്നെയാ? ഇതും കേടായി. ഇതെന്താ എവിടെ വരുന്നത്? ഇത് വാൽവോടിക്കുക. ഇതെന്തുകൊണ്ടാണ് കംപ്ലൈൻ്റ് ആകുന്നത് ശരിക്കും? ഇതെന്താണ് ശ്രദ്ധിക്കണേ ഡ്രൈവർമാർ? ചേട്ടാ പറഞ്ഞോടെ എനിക്കറിയുന്നില്ല.